എങ്ങനെയാണ് വേൾപൂൾ സംഭവിക്കുന്നത്? ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് തുടങ്ങാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പം ഒരു സ്പാർക്ക് ഉള്ളിൽ ഇങ്ങനെ വരുവാണ്. ഇവള് ചെറുപ്പത്തിൽ നന്നായിട്ട് അവൾ എഴുതുമായിരുന്നു, നന്നായിട്ട് എഴുതും. പക്ഷെ ഒരിക്കലും അവള് ഇങ്ങനെ സിനിമയിലോട്ട് വരും അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മമ്മി ഞങ്ങളെ എപ്പോഴും ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത് അങ്ങനെ ഒരു ആർട്ടിലോട്ട് മമ്മി എൻകറേജ് ചെയ്തിട്ടില്ല ഞങ്ങളെ കുഞ്ഞിലേ. കാരണം മമ്മിയുടെയൊക്കെ കാലഘട്ടത്തിൽ അത് അത്രയും സ്റ്റേബിളായിട്ടൊരു പ്രൊഫഷൻ അല്ലായിരുന്നല്ലോ. അപ്പോൾ ഇൻകം കൺസിസ്റ്റൻ്റ് അല്ല, ജോലി വരുമ്പം ഇല്ലാത്തപ്പോൾ ഇല്ല. അപ്പം നമുക്കൊരു ലൈഫ് പ്ലാൻ ചെയ്യാനായിട്ട് ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണ്. നമ്മൾ പേഴ്സണൽ ആൻഡ് കൾച്ചറലി ഉള്ള ആൾക്കാരുമായിട്ടൊരു ബന്ധം ഈ ഒരു കുഞ്ഞു ഫിലിം വഴി ഉണ്ടാകുക എന്നൊക്കെ ഉള്ളത്, അതൊക്കെയാണ് ഇതിൻ്റെ അവാർഡ്. പിന്നെ മറ്റൊരു അവാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോഷി സാറിനെ ഈ ഫിലിം കാണിച്ചപ്പം ജോഷി സാറിൻ്റെ ഒരു അപ്രീസിയേഷൻ അത് ഭയങ്കര ഒരു അവാർഡായിട്ട് തോന്നി. അത്രയും ഇപ്പോൾ സിബി സാറിനോട് എന്നോട് ചോദിച്ചു ജോഷി സാർ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം ഒരു ഹോളിവുഡ് ഫിലിം കണ്ട പോലെ ഉണ്ടെന്ന് ജോഷി സാർ പറഞ്ഞു സാറേ എന്ന് പറഞ്ഞപ്പോൾ സിബി സാർക്ക് ഇനി എന്തുവാ വേണ്ട ജോഷി സാർ. നമുക്കൊരു ലൈഫിലൊരു എക്സ്ട്രീം ചാലഞ്ചസിൽ കൂടെ നമ്മളിങ്ങനെ ഇയേഴ്സായിട്ട് പോകുമ്പം നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒറ്റ കാര്യം നമ്മുടെ മനക്കരുത്താണ്. ഇപ്പോൾ വേൾപൂളിൻ്റെ ആ ഇൻട്രോ വരുമ്പോൾ തന്നെ ഞാൻ എഴുതിയിരിക്കുന്നത് മമ്മിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ദ സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ ഐ ഹാവ് സീൻ ഇൻ ദ വേൾഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ പുറത്ത് പോയി അയർലൻഡ്, ഓസ്ട്രേലിയ അങ്ങനെയല്ല കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, വളരെ ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ലീഡർഷിപ്പിലുള്ള വിമണിനെ കണ്ടിട്ടുണ്ട്, അങ്ങനെ എല്ലാം വർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ മമ്മിയുടെ അത്രയും മനക്കരുത്ത് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇന്നൊരു കാര്യം ഞാൻ മമ്മിയുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട്, മമ്മിയുടെ അടുത്ത് എടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരു കാര്യം എന്താ ലൈഫിലേക്ക്? എനിക്ക് തോന്നുന്നു മമ്മിക്ക് ഒന്നിനും ഒരു ബാക്ക് ചെയ്യുന്ന പരിപാടിയില്ല. ഒരു കാര്യത്തിൽ മമ്മി ഇറങ്ങിയോ മമ്മീനെ ആർക്കും മാറ്റാൻ പറ്റത്തില്ല. പിന്നെ മമ്മി അത് പെർസിസ്റ്റൻ്റ് ആയിട്ട് മമ്മി അത് ഫോളോ അപ്പ് ചെയ്യും, അത് പോയിരിക്കും, അതിനകത്ത് പോയിരിക്കും. നമ്മൾ ഈ റോക്കറ്റ് വിടുമ്പോഴേ നമ്മൾ അടിയിൽ നിന്നാണല്ലോ ഇന്ധനം വന്ന് അതുവരെ കയറി കഴിഞ്ഞാൽ ഇത് പോകും. പക്ഷെ അതുവരെ നിൽക്കാനുള്ള നമ്മൾ അതിൻ്റെ ത്രസ്റ്റും മൊമെൻറ്റവും ഫയറും ഫ്യൂവലും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയിലാണല്ലോ ഇതിൻ്റെ ഒരു സക്സസ് ഇരിക്കുന്നത്. സോ ആ ഒരു മമ്മിയുടെ ഒരു ക്വാളിറ്റി ഈസ് എക്സ്ട്രീംലി റെയർ എന്ന് എനിക്ക് പറയാനുള്ളൂ. വേൾപൂൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ വേൾപൂൾ കാണാം? വേൾപൂൾ ഇപ്പം നമ്മൾ യൂട്യൂബിൽ റിലീസാവും. അപ്പോൾ അതിൻ്റെ ലിങ്ക് പ്ലീസ് ഷെയർ ചെയ്യുക. ഇതിൻ്റെ അടിയിൽ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പം ഇറ്റ്സ് ഫ്രീ ആയിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമായി യൂട്യൂബിലാണ്. അതിൻ്റെ നമ്മൾ മാക്സിമം ആൾക്കാരിലോട്ട് ഇത് എത്തിക്കുക. എത്രയും പേര് സിനിമ കാണണമെന്നുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ, എല്ലാ കുഞ്ഞു ബഡ്ഡിങ് ഫിലിം മേക്കേഴ്സ് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ആഗ്രഹമാണ്. ഹായ് ഹലോ നമസ്കാരം. സൈനസത് പ്ലസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. വേൾപൂൾ എന്ന ഷോർട്ട് ഫിലിമിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇന്നെൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു അമ്മയും മകളുമാണ്. പുനമ ബാബു ആൻഡ് ദീപ്തി, സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം പറയട്ടെ, വേൾപൂൾ കണ്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഒരു പെൺകുട്ടിയുടെ ഇമോഷണൽ സൈഡ്, അത് നമുക്കൊരു പെൺകുട്ടിയാണോ എന്നറിയില്ല, ആയതുകൊണ്ടാണോന്നറിയില്ല, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ആൻഡ് അതിൽ വന്ന കഥാപാത്രങ്ങൾ. താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, എങ്ങനെയാണ് വേൾപൂൾ സംഭവിക്കുന്നത്? വേൾപൂൾ ഇപ്പം ഞാൻ ഓസ്ട്രേലിയ ഫിലിം സ്റ്റഡീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരു 4 ഇയേഴ്സിൻ്റെ ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് തുടങ്ങാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പം എൻ്റെ ബ്രദർ, ഞാൻ എപ്പോഴും ഫിലിം ഡിസ്കസ് ചെയ്യുന്നതാണ്, എൻ്റെ അനിയൻ UK-ലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫോൺ കോൺവെർസേഷനിൽ ഇങ്ങനെ ക്രൈം സ്റ്റോറീസിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുമ്പം ഒരു സ്പാർക്ക് ഉള്ളിൽ ഇങ്ങനെ വരുവാണ്. എപ്പോഴും നമ്മൾ കുറ്റവാളികളുടെ പെർസ്പെക്റ്റീവ്സ് കണ്ടിട്ടുണ്ട്. നമ്മൾ കുറ്റമാരോപിതനായ ഒരാളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പർ അവരനുഭവിക്കുന്ന ഒരു മെൻ്റൽ സിറ്റുവേഷൻ, അപ്പം അതെന്തായിരിക്കാം എന്നുള്ള ഒരു തോട്ടിലാണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് ഒരു ചെറിയ സംഭവം ആണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം ആ ഒരു മാനസികാവസ്ഥ മാത്രമാണ്. അപ്പോൾ പെട്ടെന്നൊരു സിറ്റുവേഷൻ നോർമലായിട്ട് പോകുന്ന ഒരാളുടെ ലൈഫിൽ വരുമ്പം നോർമലായി പോകുന്നു, പെട്ടെന്നൊരു ചേഞ്ച് വരുവാണ്. ആ ചേഞ്ചിൽ അവരെങ്ങനെ ട്രാവൽ ചെയ്യുന്നു മെൻ്റലി, ആ ഫസ്റ്റ് ചാപ്റ്റർ മാത്രമാണ് വേൾപൂൾ. അതുകൊണ്ടാണ് വേൾപൂളിന് ആ ടൈറ്റിൽ തന്നെ. ഇറ്റ് റിഫ്ലക്ട്സ് ദ മെയിൻ ക്യാരക്ടേഴ്സ് മെൻ്റൽ സ്റ്റേറ്റ്. അതല്ലാതെ ഒരു A to Z ക്ലോഷറുള്ള തുടങ്ങി തീർന്ന അങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ ചെയ്ത ഒരു ഷോർട്ട് ഫിലിം അല്ല. ഇറ്റ് സ്പീക്സ് അബൌട്ട് നമ്മുടെ ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഡ്രാമയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും. അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വാർത്ത സ്വീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആദ്യമേ ചിലപ്പം ദേഷ്യമായിരിക്കും വരുന്നത്, നമ്മൾ അതിനോട് യോജിക്കാനേ നമുക്ക് സാധിക്കില്ല. അപ്പം ആങ്കർ, ഡിനയൽ, ഷെയിം, പിന്നെ ഒരു പോയിന്റിൽ നമ്മൾ ഒരു അക്സെപ്റ്റൻസ് കൊണ്ടുവരുന്നു, ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് പോകുന്നു. അങ്ങനെ ഒരു ഇമോഷണൽ ആർക്ക്, വളരെ നേരിയ ഒരു ഇമോഷണൽ ആർക്ക് ഒരു ചാപ്റ്ററായിട്ട് ചെയ്ത ഒരു സംഭവമാണ് ഷോർട്ട് ഫിലിം.
ശരിക്കും അമ്മയുടെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? വേൾപൂൾ കണ്ടതിന് ശേഷം ആളുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു അറിയാൻ ആഗ്രഹമുണ്ട്. മമ്മിക്ക് ഞാൻ ആദ്യമേ മമ്മി ഞാൻ ഫിലിം സ്റ്റഡീസ് ചെയ്ത കാര്യമൊന്നും മമ്മിക്ക് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നോട് പറഞ്ഞിട്ടില്ല. അറിയാം, അവളോട് ജോലി ചെയ്യാൻ എല്ലാരും ജോലി ചെയ്യുവാണല്ലോ. അവിടെ ജോലി ചെയ്യുന്ന 3 കുഞ്ഞുങ്ങളുണ്ട്, അവൾക്ക് ഹസ്ബൻഡുണ്ട്. അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് അവിടെ അവർ കഴിയുന്നു ജീവിക്കുന്നു നല്ല നമ്മുടെ അറിവ്. ഒരു സുപ്രാതി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മമ്മി ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യുവാണേ. ഓ ഫിലിമിന്റെ ഷൂട്ടിന്റെ അന്ന് പേരൻസിന്റെ ബ്ലെസ്സിങ്സ് വേണമല്ലോ. അപ്പം ഒന്നും പറഞ്ഞില്ല. ഞാൻ ഓർത്തു ചെയ്ത് നല്ലൊരു വർക്ക് ആയിട്ട് കാണിച്ച് സർപ്രൈസ് ചെയ്യാം, അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അന്ന് രാവിലെ ഞാൻ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് പറയുമ്പം മമ്മിയാ ശരി അങ്ങനെ മമ്മി പറഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോ എന്തായിരുന്നു? അപ്പൊ ഞാൻ ഇന്ത്യയിൽ അത് പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇതൊരു ഇന്ത്യ ഓസ്ട്രേലിയൻ കൊളാബറേഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അതൊരു ബ്യൂട്ടി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ അവിടെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ഇവിടെ വന്നാണ് ഞാൻ ചെയ്തത്. അപ്പൊ ആ സമയത്ത് വീട്ടിലിങ്ങനെ സംസാരിച്ചപ്പം റോ ഫുട്ടേജ് കാണിക്കാനായിട്ട് മമ്മിയും പപ്പയും പറഞ്ഞു. അപ്പം കാണിച്ചപ്പോഴാണ് മമ്മിയും പപ്പയും അത് മനസ്സിലാക്കിയതും കണ്ടതും. അപ്പം കുറച്ച് വിഷ്വൽസ് കണ്ടപ്പോൾ ശരിക്കും രണ്ടുപേരും ഇരുന്ന് കരയുമായിരുന്നു. അപ്പം ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഫിലിമിനൊരു പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്ത് ലിജു പ്രഭാകറായിരുന്നു നമ്മുടെ DI കളറിസ്റ്റായിട്ട് ഈ ഫിലിമിന്. ഹി ഹസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് പലരും ഒരു ഫീഡ്ബാക്ക് വെച്ചു, നല്ല ഫിലിമാണല്ലോ, ഒരു പ്രിവ്യൂ വെച്ചുകൂടെ, കുറച്ച് ടെക്നീഷ്യൻസിനെ കാണിച്ചുകൂടെ പ്രൈവറ്റായിട്ട് എന്നിങ്ങനെ ഒരു ആശയം വന്നു. അന്നേരം ഞാൻ മമ്മിയുടെ അടുത്ത് ഇങ്ങനെ മമ്മിയും അപ്പം നല്ലതായിരിക്കും എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്നൊരു പ്രിവ്യൂ വെച്ചായിരുന്നു. അപ്പോൾ ആ സമയത്ത് ജോഷി സാറിനെ ഞങ്ങൾ പേഴ്സണലായിട്ട് ഫിലിം കാണിച്ചിട്ടുണ്ടായിരുന്നു. സിബി സാറൊക്കെ വന്നു, പത്മകുമാർ സാർ, ഒത്തിരി പേര് നമ്മൾ കുറച്ച് ആൾക്കാരെ വിളിച്ചവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അനീഷ് അൻവർ, നമ്മുടെ അഭിലാഷ് പിള്ള, സോഹൻലാൽ, അങ്ങനെ കുറേ പേര് വന്നവർ കണ്ടപ്പം ഒത്തിരി നല്ല അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ സിബി സാറ് പറഞ്ഞു സിബി സാറിൻ്റെ എക്സ്പെക്റ്റേഷൻസിനെ മറികടന്നു. ഇപ്പോൾ ജോഷി സാറ് പറഞ്ഞു ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഒരു ഹോളിവുഡ് ഫിലിം കാണുന്ന പോലെയുണ്ട്. സോ അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് എൻ്റെ മമ്മിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ്, അല്ല എൻ്റെ പേരൻസിന് ഇൻഡയറക്ട്ലി ദേ ഫെൽ സോ പ്രൗഡ്. അവർ മമ്മി ഇത്രയും വർക്ക് ചെയ്ത് കുറേ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത റിലേഷൻഷിപ്പും ബന്ധങ്ങളും പേരും ഒക്കെ ആണല്ലോ, അത് പെട്ടെന്ന് വരുന്ന കാര്യങ്ങളല്ല. അപ്പം ആ ഒരു സമയത്ത് മമ്മിയുടെ ഒരു പേഴ്സണൽ വെളിയിൽ അവർ വരുമ്പോൾ അവർ പുതിയ തുടക്കക്കാരിയായി എന്നെ സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഒപ്പം മാത്രമല്ല അവർ ആ ഫീഡ്ബാക്ക് അത് കേട്ടപ്പം പേരൻസ് ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പം എനിക്ക് ഞാനിങ്ങനെ അവിടെ നിന്ന് അവരോട് സംസാരിക്കുമ്പോൾ എൻ്റെ മമ്മിയുടെയും പപ്പയുടെയും കണ്ണിലുള്ള സന്തോഷവും അഭിമാനവും ഒക്കെ കണ്ടപ്പം ഒരുപാട് സന്തോഷം തോന്നി. ഞങ്ങൾ 2 വർഷം വെയിറ്റ് ചെയ്യായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവാർഡിന് മാറ്റിയിരിക്കായിരുന്നു. അവാർഡ് കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് കണ്ടവർക്കൊക്കെ അഫ്കോഴ്സ് ഇഷ്ടപ്പെടും. ഒരു നേരം കണ്ടത് ഈ പറഞ്ഞ പോലെ അവസാനം നമുക്കൊന്നും വിഷമം തോന്നും. ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഈ ഷോർട്ട് ഫിലിം കടന്നു പോകുന്നത് തന്നെ. അപ്പൊ എപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ആള് നഴ്സായിരുന്നു, പിന്നീട് ജോബ് മാറി. പക്ഷെ എങ്കിലും എപ്പോഴെങ്കിലും ഈ ടാലന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇവള് ചെറുപ്പത്തിൽ നന്നായിട്ട് അവൾ എഴുതുമായിരുന്നു, നന്നായിട്ട് എഴുതും. പക്ഷെ ഒരിക്കലും അവള് ഇങ്ങനെ സിനിമയിലോട്ട് വരും അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. മമ്മി ഞങ്ങളെ എപ്പോഴും, ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത്, അങ്ങനെ ഒരു ആർട്ടിലോട്ട് മമ്മി എൻകറേജ് ചെയ്തിട്ടില്ല ഞങ്ങളെ കുഞ്ഞിലേ. കാരണം മമ്മിയുടെയൊക്കെ കാലഘട്ടത്തിൽ അത് അത്രയും സ്റ്റേബിളായിട്ടൊരു പ്രൊഫഷൻ അല്ലായിരുന്നല്ലോ. അപ്പം ഇൻകം കൺസിസ്റ്റൻ്റ് അല്ല, ജോലി വരുമ്പം ഇല്ലാത്തപ്പോൾ ഇല്ല. അപ്പം നമുക്കൊരു ലൈഫ് പ്ലാൻ ചെയ്യാനായിട്ട് ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം അങ്ങനത്തെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എൻകറേജ്മെൻറ്റിലോട്ട് മമ്മിക്ക് കൂടുതലും നിങ്ങൾ സെറ്റിൽ ആവണം, സെക്യൂർ ആവണം, അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരു ഇതായിരുന്നു മമ്മിയുടെ സപ്പോർട്ട്. അപ്പം പപ്പ കൂടെ ഞങ്ങൾക്ക് ആർട്ടിന് ഭയങ്കര എൻകറേജ്മെന്റും തരുമായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു റൈറ്റ് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഒരാൾ ഞങ്ങളെ സ്റ്റേബിൾ ആക്കി സപ്പോർട്ട് ചെയ്യാനായിട്ട്. എനിക്ക് ഇപ്പം എത്ര ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്? ഇപ്പം ഞാൻ സ്റ്റുഡൻറ് ഫിലിംസ് അല്ലാതെ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന 2ആണ്. അപ്പം ഞാൻ എഴുതി സംവിധാനം ചെയ്ത് ഞങ്ങൾ തന്നെ, എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ചെയ്തിരിക്കുകയാണ്. അപ്പം വേൾപൂൾ ഞാൻ ഒരു കാര്യം തിരുത്തി പറഞ്ഞോട്ടെ, അവാർഡല്ല കിട്ടിയിരിക്കുന്നത്, ഇത് 2 ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റായിട്ട് നമ്മൾ ഈ ഫിലിം ചെയ്യുമ്പം ഇതൊരു ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ പോയി അങ്ങനെ ചിന്തിച്ചൊന്നും ചെയ്തതല്ല, ഒരു ഇഷ്ടം കൊണ്ട് ചെയ്തതാണത്. ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ മനുഷ്യർക്കും ഉള്ള പോലെ റെക്കഗ്നീഷൻ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിച്ചിട്ടുണ്ട്, തുറന്നു പറയുവാണെങ്കിൽ. അപ്പം ഇങ്ങനത്തെ എല്ലാവരും ഫെസ്റ്റിവൽസിൽ വിടണം എന്നൊക്കെ പ്രിവ്യൂ കഴിഞ്ഞ് പറഞ്ഞപ്പം നമ്മളിവിടെ അമോർ ഹൗസിന് അവരായിരുന്നു നമുക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്ത് ഫിലിം വിട്ടു തുടങ്ങിയത്. അപ്പം ഞാനും ഓർത്ത്, മമ്മി പറഞ്ഞു നീ ഇത്രയും പേര് പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കരുത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പം അത് ഒരു നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫെസ്റ്റിവൽ റണ്ണൊന്നും പരിചയമില്ലല്ലോ നമുക്ക്.
അപ്പോൾ അങ്ങനെ ഇത് വിട്ടപ്പം ഇറ്റാലിയൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നോട്ടയിൽ ബെസ്റ്റ് ഡയറക്ഷനിൽ ഫൈനലിസ്റ്റ് ആയിട്ട് ഈ ഫിലിം വന്നായിരുന്നു. അന്നേരം ഒന്നും ചിന്തിച്ചില്ല, ഞാൻ പോയൊന്നുമില്ല, വന്നു കേട്ടു, ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇയർ നമ്മുടെ കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും ഒഫീഷ്യൽ സെലക്ഷൻ കിട്ടിയിരുന്നു. അപ്പം അതിന് പോകാനായിട്ട് എല്ലാവരും എൻകറേജ് ചെയ്തപ്പം ഞാനും പോയി. ഇപ്പം മമ്മിയായിരുന്നു എൻ്റെ കൂടെ വന്നത്, എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ കൂടെയും ഒക്കെ. പക്ഷെ അവിടെ പോയി നമ്മൾ വേറൊരു കൾച്ചറിൽ, വേറെ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുടെ കൂടെ ഇരുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്. അപ്പോൾ 2 ഷോ കൊൽക്കത്തയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര വാം ആയിട്ട് റെസ്പോൺസും, അവിടെ ആർട്ടിനെ അതുപോലെ പാഷനേറ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മുടെ. തീർച്ചയായിട്ടും നമ്മുടെ വേറൊരു ടൈപ്പാണ്, നമ്മൾ കുറെ കൂടി ഇന്റലക്ച്വൽ ആണല്ലോ നമ്മുടെ കമ്മ്യൂണിറ്റി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഭയങ്കര റിസപ്ഷനായി. എനിക്ക് പ്രസ് കോൺഫറൻസ് വരുന്നു. അപ്പം മീഡിയ, അവിടുത്തെ കൾച്ചറൽ സെൻറ്റർ, ഈ ഫെസ്റ്റിവൽ ഓർഗനൈസേഴ്സ് എല്ലാവരും നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കാൻ വരുന്നു. എല്ലാവരുമായിട്ടും ഇന്നും എനിക്ക് പലരുമായിട്ടും കോൺടാക്റ്റ് ഉണ്ട്. അവിടെ ഞാനൊരു പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ട് നമ്മുടെ സെൻട്രൽ ബ്യൂറോയിൽ വർക്ക് ചെയ്യുന്ന ഒരു, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല പ്രൈവസി ഓർത്തിട്ട്, അങ്ങനെയുള്ള ആളുകൾ നമ്മൾ നിനക്ക് ഡിഫൻസിൻ്റെ ആവശ്യമുണ്ടോ, ആർമിയുടെ ആവശ്യമുണ്ടോ, ഹീസ് മൈ നമ്പർ എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പം എനിക്ക് നമ്മളവിടെ ഇരിക്കുമ്പം സെക്കൻഡ് ഷോ നടക്കുമ്പം, വേൾപൂളിൻ്റെ ഷോ നടക്കുമ്പം ആ തിയേറ്റർ ഫുള്ളായിട്ട് അതിൻ്റെ മിഡിൽ മൊത്തം ആൾക്കാർ നിലത്തിരിക്കുക. അതൊരു അപ്പം ഞാൻ ഓർത്തു പോയത് എത്ര നന്നായി. അവര് എന്ന് വെച്ചാൽ ആസ് യു സൈഡ് അത് കണക്ട് ചെയ്തു ആൾക്കാരിലോട്ട് നിറഞ്ഞതിൽ ഒത്തിരി സന്തോഷമായിരുന്നു. അതിലേറെ അത്രയും ആൾക്കാർ അതിനുവേണ്ടി വരാനും അത്രയും നല്ലൊരു ഫീഡ്ബാക്കും അവിടെയുള്ള ആൾക്കാരുടെ സ്നേഹവും സപ്പോർട്ടും, മീഡിയയിലെ ഒത്തിരി ആൾക്കാർ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് ചെയ്ത ആൾക്കാരുണ്ട്, ഇന്നും കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഉഷാ ദീദി ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു, ഉഷാ ദീദി എൻ്റെ ഫിലിമിന് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് ദീദിക്ക് ഭയങ്കരമായിട്ട് ഫിലിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷമുള്ള ഒത്തിരി കാര്യങ്ങളും. പിന്നെ എൻ്റെ മമ്മിയായിട്ട് എനിക്കൊരു ടൂർ ടൈമും കൂടിയായിരുന്നു പേഴ്സണൽ. വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ അങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഞങ്ങൾ കൊൽക്കത്ത എക്സ്പ്ലോർ ചെയ്തു. കാരണം ഇറ്റ്സ് എ വെരി ഒത്തിരി ഹിസ്റ്റോറിക്കലി, ലിറ്ററേച്ചർ വൈസ്, കൾച്ചറൽ, പൊളിറ്റിക്കൽ, സ്പിരിച്വൽ വൈസ് അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ലാൻഡാണല്ലോ, അത്രയും പ്രശസ്തരായ ആൾക്കാരുള്ള ഒരു ലാൻഡാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് മദർ തെരേസയുടെ ടൂമിൻ്റെ അവിടെ പോയി, സ്വാമി വിവേകാനന്ദയുടെ സ്ഥലത്ത് പോയി, ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. ഞങ്ങൾ നല്ല ബംഗാളി ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. ദീദി ഞങ്ങളെ ഏറ്റവും ജെന്യുവൻ ആയിട്ട് ഫുഡ് കിട്ടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ബംഗാളി ഭാഷയെക്കുറിച്ച് ദീദി പറഞ്ഞു തന്നു. അവർ കൂട്ടക്ഷരം ഉപയോഗിക്കത്തില്ല. പറഞ്ഞു ലക്ഷ്മി നമ്മൾ പറയും, പക്ഷെ അവർ ലോക്കി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ പറയുമ്പം അത് നീ മനസ്സിലാക്കണം, അത് ലക്ഷ്മി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിപ്പോഴും അത്രയും ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ആ ഒരു കൾച്ചർ ചെയ്യുക, നമ്മൾ പേഴ്സണൽ ആൻഡ് കൾച്ചറലി ഉള്ള ആൾക്കാരുമായിട്ടൊരു ബന്ധം ഈ ഒരു കുഞ്ഞു ഫിലിം വഴി ഉണ്ടാകുക എന്നൊക്കെ ഉള്ളത്, അതൊക്കെയാണ് ഇതിന് അവാർഡ്. പിന്നെ മറ്റൊരു അവാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജോഷി സാറിനെ ഈ ഫിലിം കാണിച്ചപ്പം ജോഷി സാറിൻ്റെ ഒരു അപ്രീസിയേഷൻ, അത് ഭയങ്കര ഒരു അവാർഡായിട്ട് തോന്നി. അത്രയും ഇപ്പോൾ സിബി സാറിനോട് എന്നോട് ചോദിച്ചു, ജോഷി സാർ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം ഒരു ഹോളിവുഡ് ഫിലിം കണ്ട പോലെ ഉണ്ടെന്ന് ജോഷി സാർ പറഞ്ഞു സാറേ എന്ന് പറഞ്ഞപ്പോൾ സിബി സാർക്ക് ഇനി എന്തുവാ വേണ്ട ജോഷി സാർ തന്നെ ഇത്രയധികം റെസ്പോൺസ് കിട്ടുന്ന സമയത്ത്. ഇപ്പൊ ഓൾറെഡി ഇങ്ങനെ ഒരു കഴിവ് ആളുടെ മനസ്സിലുണ്ട്. ഇപ്പം ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ തന്നെ ഇത്രയധികം ആൾ ഫീഡ്ബാക്ക് വരുന്നു, റിവ്യൂസ് വരുന്നു. സോ ആളുടെ ഒരു കഴിവ് നമുക്ക് മനസ്സിലായല്ലോ. ഇത്രയും പ്രതീക്ഷിച്ചിരുന്നു ശരിക്കും? അല്ല, അവള് ചെയ്യുവാണെങ്കിൽ അവളത് ഒരു നല്ലതായിട്ട് അവൾ ചെയ്യുള്ളൂ. സമയമെടുത്ത് അവളത് ഇങ്ങനെ ചാടി ധൃതിയുള്ള ആളൊന്നുമല്ല. അതിങ്ങനെ അവൾ ചിന്തിച്ച് ആലോചിച്ച് നല്ലതായി എത്ര മനോഹരമാക്കാം, എത്ര മനോഹരമാക്കി ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലൂടെ അവളത് ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. എന്ത് ചെയ്താലും അങ്ങനെ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഒരിക്കലും ഈ മേഖലയിലോട്ട് അവള് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതാണ് അവള് പഠിച്ചത്. അവള് മുമ്പേ പറഞ്ഞ പോലെ സെറ്റിലായി, എല്ലാവരും ഹാപ്പി, മക്കളെല്ലാം സെറ്റിൽഡായി ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ പോവുകയാണല്ലോ. അപ്പം അതിനിടയ്ക്ക് നമ്മുടെ മേഖലയിലോട്ട് വന്ന് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം, അഭിമാനം തോന്നി. ഓൾറെഡി കൂടെ വർക്ക് ചെയ്ത ആളുകളായാലും പിന്നെ തീർച്ചയായും എൻ്റെ സഹപ്രവർത്തകരൊക്കെ കണ്ടവരെല്ലാം സിദ്ദിഖ് സിനിമ കണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുറേ ആൾക്കാരുകൾ സിനിമ അവർ ഒഫീഷ്യൽ നമ്മൾ അന്നേരം പുറത്തേക്ക് വിട്ടില്ല, കുറച്ച് ആൾക്കാർ നമ്മളപ്പോൾ ഒന്ന് കാണിച്ചു. ആ സമയത്ത് അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അനുരാഗ് കശ്യപ് സാർ കണ്ടായിരുന്നു, സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല ഫീഡ്ബാക്ക് പറഞ്ഞു. ഞാൻ റൈഫിൾ ക്ലബ്ബ് ചെയ്യുന്ന സമയത്ത് സാറുണ്ടായിരുന്നില്ല സിനിമയിൽ. അപ്പം അങ്ങനെ സാറ് നല്ല ഒപ്പീനിയൻ പറഞ്ഞു.
പിന്നെ എനിക്ക് ലിജോ പല്ലിശ്ശേരി പറഞ്ഞു നല്ല വർക്കാണ് കണ്ടിരുന്നത്. സോ ഇവരൊക്കെ നമ്മൾ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന അത്രയും ആളുകളല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഭയങ്കര ഒരു റെക്കഗ്നീഷനും ഒരു വാക്കാൽ നല്ല വാക്ക് ഫീഡ്ബാക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. മമ്മി മമ്മി ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഈ ഫിലിം സ്റ്റഡീസ് ആണെങ്കിലും നമ്മൾ അത് ശരിക്കും പഠിച്ചിട്ട് ഒരെണ്ണം ചെയ്യാം അങ്ങനെ. അപ്പോൾ ചിലരുണ്ട് നമ്മൾ ചെയ്ത് പഠിക്കും, ഞാൻ പഠിച്ചിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതാ മമ്മി ഉദ്ദേശിച്ചത്. ഇപ്പം കാസ്റ്റിംഗ് ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഇപ്പം അവിടെയുള്ള സമയത്ത് എങ്ങനെ കാസ്റ്റിംഗിൽ എങ്ങനെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്, അതിൽ എങ്ങനെയാണ്? അപ്പം വേൾപൂളിൻ്റെ കാസ്റ്റിങ്ങിൽ നമുക്കൊരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു, അമിത് തേജ്പാൽ ആയിരുന്നു കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പം നമ്മൾ കാസ്റ്റ് കോൾ ഔട്ട് വെച്ചു. അപ്പം നമുക്ക് ഈ മെയിൻ ആയിട്ടുള്ള റോസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരു 48 ആപ്ലിക്കൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കാസ്റ്റിംഗ് ഡയറക്ടർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു 10 പേര് എനിക്ക് വന്ന്, അതിൽ നിന്ന് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരു 5 പേരുടെ ഫേസ് ടു ഫേസ് ഓഡിഷൻ നമ്മൾ വെച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിനെ ചൂസ് ചെയ്യുന്നത്. കാരണം ഒരു ഇമോഷണൽ വെയിറ്റേജ് ഉള്ള ഒരു ക്യാരക്ടറാണല്ലോ, എസ്പെഷ്യലി നമ്മൾ ക്രോണോളജിക്കലി അല്ല ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ആ ഒരു ഇമോഷൻ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ അത് ഒരു കഥാപാത്രത്തെ മനനം ചെയ്ത ഒരാൾക്കൊക്കെ അത് കറക്റ്റായിട്ട് ഡിഫറെൻറ്റ് ടൈമിൽ ആ ഇമോഷണൽ ബീറ്റിൽ എത്താൻ പറ്റുള്ളൂ. സോ അങ്ങനെയാണ് നമ്മൾ മെയിൻ കാസ്റ്റിംഗ് നമ്മൾ ചെയ്തത്. അതിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഇമ്പോർട്ടൻറ്റ് അത് വേണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നോ? അങ്ങനെ എനിക്ക് അത് ആ കഥയിൽ അങ്ങനെ സംഭവിച്ചതാണ്. നമ്മളൊരു എനിക്കങ്ങനെ കഥ വരുമ്പം നമുക്കതിനകത്ത് സ്ത്രീ കഥാപാത്രം വേണോ മെയിൽ കഥാപാത്രം വേണോ അങ്ങനെ ചിന്തിച്ച് എനിക്കറിയില്ല അങ്ങനെ കഥ വരുന്നത്. അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റ് വരുമ്പം ഒരു ഫീമെയിൽ ഫ്രണ്ട് അല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ അങ്ങ് കഥയിലങ്ങ് വരുക, അങ്ങനെ വന്ന് ചേരുക. അങ്ങനെ ഒരു സെലക്റ്റീവായിട്ട് അങ്ങനെ എഴുതാനായിട്ട് പാടാണ് ശരിക്കും, അങ്ങനെ വരാറില്ല. കഥയിൽ അങ്ങനെ വന്നു, അവളോട് ഇമോഷണലി കണക്റ്റ് ആകുന്ന. അപ്പോൾ ആ ജോ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ടിൻ്റെ ഒരു ക്യാരക്ടറും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിലൂടെയാണല്ലോ നമ്മളിത് പറയുന്നത്. ഇപ്പോൾ ജോയുടെ കാഴ്ചയിലാണ് സിനിമ തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു ഹാപ്പി സ്റ്റേബിൾ ലൈഫായിട്ടുള്ള ഒരാളുടെ കാഴ്ചയിലാണ് തുടങ്ങുന്നത്. അത് ജോയുടെ കാഴ്ചയിലാണ് സിനിമ അവസാനിക്കുന്നതും. അപ്പം എൻ്റെ ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ്, ഓപ്പോസിറ്റ് പെർസ്പെക്റ്റീവാണ് വന്നിരിക്കുന്നത്. അപ്പം അതിലേറ്റവും നല്ലത് ആ റിലേറ്റബിലിറ്റിയും വർക്ക് കൊളീഗ്സും അങ്ങനെയൊക്കെ വരുമ്പം ഒരു ഫീമെയിൽ ക്യാരക്ടർ ആയിരിക്കും നല്ലതെന്ന് വന്ന് അങ്ങനെ കഥയിൽ വന്നതാണ്. ആള് നഴ്സും കൂടെ ആയിരുന്നല്ലോ പണ്ട്, അപ്പം കഥാപാത്രവും നഴ്സാണ്. അതെ അതെ. ഞാൻ അങ്ങനെ ഒരു ലൈഫ് സ്റ്റോറി റിയൽ സ്റ്റോറി ആയിട്ട് കണക്ട് ആവും. അല്ല, നഴ്സ് ഇപ്പൊ എനിക്ക് ഫെമിലിയർ ആയതുകൊണ്ട് തന്നെയാണ് ആ ക്യാരക്ടർ നഴ്സ് എന്നുള്ളത് എൻ്റെ മനസ്സിൽ വരുന്നത്. നമ്മളിങ്ങനെ എഴുതുമ്പോൾ പ്ലാൻ ചെയ്തതിനെ നഴ്സാക്കാം അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല, ഇപ്പോൾ ഇത് നമ്മൾ ചെറിയ എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പം നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മുടെ അനുഭവത്തിൽ നിന്നും അല്ലേ, നമ്മൾ കണ്ട കാര്യങ്ങളിൽ നിന്നാണല്ലോ നമുക്ക് ഓരോന്ന് എഴുതാൻ പറ്റുക. നമ്മൾ വല്ല വായിച്ച കാര്യങ്ങളായിരിക്കാം, കേട്ട കാര്യങ്ങളായിരിക്കാം, നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതങ്ങളായിരിക്കാം. അപ്പം അങ്ങനെ വന്നപ്പം ഇപ്പം ഞാൻ ഒരു തോട്ട് എനിക്ക് അന്നേരം വന്നത്, ഷിറ്റിന് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ, ഇതിപ്പം എനിക്കിത് സംഭവിച്ചിരുന്നെങ്കിൽ എങ്ങനെ ആയേനെ, എനിക്കൊരു ഭർത്താവുണ്ട്, എനിക്ക് കുട്ടികളുണ്ട്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവും കൂടെ എൻ്റെ മനസ്സിൽ വന്നു. അപ്പം എനിക്ക് എഴുതാൻ എളുപ്പമായിരുന്നു ആ ഒരു സംഭവം. അപ്പം ജസ്റ്റ് ഒരു ഫസ്റ്റ് ചാപ്റ്റർ അങ്ങനെയാണത് സംഭവിച്ചത്. അപ്പം നേഴ്സ് എന്നുള്ളത് എനിക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള, ഞാൻ വർഷങ്ങളോളം ജോലി ചെയ്തിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പം അതവിടെ കാണിക്കാം എന്ന് ഓർത്തു. കാരണം ഷീ ഈസ് റെസ്പോൺസിബിൾ. അവിടെ കുട്ടികളെ അതിൽ പറയുന്നുണ്ടല്ലോ, അഡോപ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാവുമ്പം അവർക്ക് ഫാമിലീസ് അവരെ ക്രിയേറ്റീവാണ്. അപ്പോൾ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദം. അങ്ങനെ വന്നിട്ട് ഷീ വർക്ക്സ് ഫോർ ദ ഫാമിലി, ഷീ ലുക്സ് ആഫ്റ്റർ ദം. അങ്ങനെ ഒരു യൂണിറ്റ് ആയിട്ട് അത്രയും ഹാപ്പി ആയിട്ട് പോകുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ഭർത്താവ് ഇവരുദ്ദേശിച്ചിരുന്ന വ്യക്തിയാണോ എന്ന് പോലും മനസ്സിലാകാത്ത ഒരു കൺഫ്യൂഷൻ ആൻഡ് ആ സിറ്റുവേഷനാണ്. ഞാൻ ഈ പറയുന്ന പോലെ നമുക്ക് ഉത്തരം കിട്ടാതെ വരുന്ന അവസ്ഥ. ഇപ്പം ഒരാൾ കുറ്റം ആരോപിതനായി, അപ്പോൾ അതിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പാർട്ട്ണർക്ക് അത് തെളിയിക്കപ്പെട്ടാൽ അതിനൊരു ഉത്തരവായി, ഓക്കെ ഇയാൾ ചെയ്തു. അല്ലെങ്കിൽ നിരപരാധിയായെന്ന് നമുക്ക് വിധി വന്നാൽ നിരപരാധിയാണ്. ഇത് രണ്ടിലൊന്ന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും, നമ്മൾ ആ ഒരു ഡിറക്ഷനിലോട്ട് നമുക്ക് മാറാം. ഇത് രണ്ടും അല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അതാണ് ഈ വേൾപൂൾ പറയുന്നത്. അത് നമ്മൾ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുണ്ട്, തെളിയിക്കപ്പെട്ടിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ ഈ ഉത്തരം കിട്ടാതെ ഈ കഥാപാത്രം കിടന്ന് ഈ ചുഴി കിടക്കുവാണ്, ഈ മാനസികമായിട്ടുള്ള ചുഴിയിൽ. അപ്പം അതിനെ നമ്മൾ മിറർ ചെയ്യുന്ന ഒരു ചെറിയൊരു
സിനിമ, അത്രേ ഉള്ളൂ. ഇതിനൊരു ഫുൾ സ്ക്രിപ്റ്റായിട്ട് നമ്മളൊരു ഫുൾ ലെങ്ത് സിനിമ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. അത് ഇംഗ്ലീഷിലാണ്. ഇതിപ്പോൾ ഇംഗ്ലീഷ് സംഭവിച്ചത് കൊണ്ടും ഇതിൻ്റെ നമ്മൾ അവിടെ പുറത്ത് ജീവിക്കുമ്പം കുറേ വർഷങ്ങളോളം ജീവിക്കുമ്പം അവിടുത്തെ ഇൻഫ്ലുവൻസ് നമ്മുടെ ഉള്ളിൽ വരുമല്ലോ. അപ്പം മലയാളത്തിൽ എഴുതുന്നുണ്ട്, ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ട്. അപ്പം എനിക്ക് രണ്ടും ആവുമല്ലോ. ഞങ്ങൾ മലയാളികൾക്ക് വേണ്ടി ഇത് ആദ്യം കാണുന്ന സമയത്ത് ഇത് ആദ്യത്തെ ഷോർട്ട് ഫിലിം ആണെന്ന് ഞങ്ങൾക്ക് തോന്നില്ല. കാരണം ഒരുപാട് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് മലയാളത്തിലൊരു സിനിമ? തീർച്ചയായിട്ടും. അയ്യോ, അങ്ങനെ സംഭവിക്കട്ടെ, ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മലയാളികൾ എല്ലാത്തിനും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാനൊരു ഇപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്ത ഒരാളാണെങ്കിലും ഞാൻ റെപ്രസെൻറ്റ് മലയാളി സൈക്കിയുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഞാൻ, ഒരു മൈന്യൂട്ട് വേയിൽ ഇല്ലേ. പുറത്ത് പോയി നമ്മൾ ജോലി ചെയ്തു, സ്റ്റേബിളായി, നമ്മൾ ഫാമിലിയായി, ഫിനാൻഷ്യലി സെറ്റിൽഡായി, ഇൻഡിപെൻഡൻ്റ് ആയി, ആൻഡ് യുവർ ലൈഫ് ഡസൻറ്റ് സ്റ്റോപ്പ് ദേ. നമുക്ക് ഇനിയും തുടരാം, ഇനിയും ചെയ്യാം. അത് എല്ലാവരുടെ ഉള്ളിലുള്ള ആഗ്രഹമല്ലേ. ഐ ഫീൽ ലൈക്ക് എല്ലാ മലയാളീസും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇംഗ്ലീഷിൽ ചെയ്തു എന്ന് പറയുമ്പം അവരെല്ലാവരും ലൈക്ക് ദേ ഓൾ ഫീൽ വെരി പ്രൗഡ്. അങ്ങനെ ഇവിടുത്തെ വളരെ റിനൗൺഡ് ആയിട്ടുള്ള മുഴുവൻ ആൾക്കാരും തന്നെ അങ്ങനെയാണ് നമ്മളെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ അതിലൊരു ഡിഫറൻസിയേഷനായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പം ഞാൻ ആ മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു കുഞ്ഞു പ്രതിനിധി എന്ന് വേണേൽ പറയാം. സോ അവിടെയുള്ളവർക്ക് ചിലപ്പം അവിടുത്തെ സ്റ്റാർ ആണല്ലോ, അവിടെ നിന്നുകൊണ്ടൊരു ഡയറക്റ്റ് ചെയ്യുന്നു, അത് ഇത്രയും പോപ്പുലർ ആളുകൾ പറയുന്നു. അപ്പൊ അവിടെയുള്ള റെസ്പോൺസ് എന്തായിരുന്നു? സ്റ്റാർ ആണോന്നൊക്കെ ചോദിച്ച സംശയമാണ്. നമ്മളവിടെ നമ്മുടെ ഡ്രസ് മേക്കർ എന്ന് പറഞ്ഞ കേറ്റ് വിൻസ്ലെറ്റ് ചെയ്ത ഫിലിമിൻ്റെ പ്രൊഡ്യൂസറാണ് സൂ മാസ്ലി. അപ്പം പുള്ളിക്കാരി ഫിലിം കണ്ടിരുന്നു. അപ്പം വാട്ട് ഷീ സെഡ് വാസ് ദ ഫിലിം ഷോസ് എ ഹൈ ലെവൽ ഓഫ് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ഡ്രാമ എന്ന് പറഞ്ഞു. വേറൊരു ഡയറക്ടറുണ്ട്, സാഷ ഹെയ്ഡൻ. സാഷ ഹെയ്ഡൻ്റെ ഇപ്പോൾ ഒരു ഫിലിം നെറ്റ്ഫ്ലിക്സിലുണ്ട്, എ സ്റ്റിച്ചിങ് ടൈം എന്ന് പറഞ്ഞിട്ട്. പുള്ളി എഴുതി ഡയറക്റ്റ് ചെയ്താണ്. അപ്പോൾ സാഷയുടെ അടുത്ത് ഞാൻ വേറൊരു കാര്യത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ he told me, Sue actually told me about your film. She said it's worth watching it എന്ന് പറഞ്ഞു. So I'm like, yes, you know. സോ അങ്ങനെയൊക്കെ നമുക്ക് ലൈക്ക് ആൾക്കാർ അതാ പറഞ്ഞ നമ്മൾ ലൈഫിൽ ഞാൻ അതിൽ നിന്ന് ലേൺ ചെയ്തൊരു കാര്യം, നമുക്ക് ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് സംതിങ് ലൈക്ക് ജസ്റ്റ് ഡു ഇറ്റ് ഫോർ ദ ജോയ് ഓഫ് ഇറ്റ്. അത് കഴിയുമ്പോൾ ബാക്കിയൊക്കെ എന്താ വരാൻ പോകണമെന്ന് വെച്ചാൽ വരുന്നേ വരട്ടെ, അല്ലെങ്കിൽ ബട്ട് അറ്റ്ലീസ്റ്റ് യു ഹാപ്പി ദാറ്റ് യു ഹവ് ഡൺ ഇറ്റ്. അപ്പം ഞാൻ പറഞ്ഞില്ല, നമുക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത തരത്തിലുള്ള ഒരു രീതിയിലുള്ള റെസ്പോൺസും ആളുകളും ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ വെച്ചൊരു സിനിമ ചെയ്യാൻ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് അതിന് സാധിക്കട്ടെ. പിന്നെ ആഗ്രഹമില്ലേ മകളെന്ന നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇനി മമ്മിക്ക് അറിയാം, എനിക്കൊരു മമ്മി ഒരു സ്റ്റബേൺനെസ് എന്ന് അതിനെ വിളിക്കാമോ എന്നറിയില്ല. നമ്മളൊരു കഥ ഉള്ളിലുണ്ടാവുമ്പോഴേ അതൊരു ഫോഴ്സ്ഡ് ആയിട്ടൊരു പ്രോസസ്സ് അല്ല, അതിങ്ങനെ സംഭവിക്കുമല്ലേ. നമുക്ക് എങ്ങനെയൊക്കെയോ ചില കാര്യങ്ങൾ ഉള്ളിൽ കയറിയ ഒരു കഥയായിട്ട് എപ്പോഴോ നമുക്കിങ്ങനെ വരികയാണ്. അപ്പം അത് സംഭവിക്കുമ്പം അതിൽ ചില കഥാപാത്രങ്ങൾ മമ്മിയിൽ ചേരുമ്പം അത് മമ്മി വരണം എന്ന് ആഗ്രഹിക്കുക. അല്ലാതെ മമ്മി ആയതുകൊണ്ട് മമ്മിക്ക് വേണ്ടി കഥ എഴുതുക അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ മമ്മി ഇതുവരെ പറഞ്ഞിട്ടും ഇല്ല കേട്ടോ. കാരണം മമ്മിക്ക് എന്നെ അറിയാം. അത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞില്ല, പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട്, ദൈവമേ അങ്ങനെ ഒരു കഥ സംഭവിക്കട്ടെ എൻ്റെ ഉള്ളിൽ, എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ട് സംഭവിക്കട്ടെ എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം നോക്കാം, വെയിറ്റ് ആൻഡ് സീ. മോള് ഡയറക്റ്റ് ചെയ്യുന്നതല്ലേ, അപ്പൊ പടത്തിലെത്തൊക്കെയായാലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ അവള് പറഞ്ഞ പോലെ ഉണ്ടാവട്ടെ അങ്ങനെയുള്ള കഥകൾ. ശരി, ഒരു ഡയറക്ടർ കൂടെ ആവുന്ന സമയത്ത് ചില ക്യാരക്ടർ കാണുന്ന സമയത്ത് ഈ ആള് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഗംഭീരമായിരിക്കും തോന്നും. അപ്പൊ അമ്മ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഇതുവരെ ചെയ്യാത്ത ഇന്നൊരു കഥാപാത്രം അമ്മനെ കൊണ്ട് പറ്റും എന്ന് തോന്നിയിട്ടുള്ള I strongly believe that Mummy's best is yet to come. മമ്മിയുടെ ബെസ്റ്റ് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഇപ്പം നമ്മളിപ്പം മമ്മി ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഒരു കോമഡി ട്രാക്കിൽ വന്നത്, ആൻഡ് എവ്രിബഡി ലവ് ഹർ ഫോർ ദാറ്റ്. ആൻഡ് മമ്മിക്ക് ഒരു റേഞ്ച് ഓഫ് എന്നാ പറയുന്നത് പോർട്രയൽ പറ്റുന്ന ഒരു ആക്ടറാണ്. എന്ന് വെച്ചാൽ സീരിയസ് ആയിട്ട് ചെയ്യാം. മമ്മി തുടങ്ങിയത് ആക്ച്വലി സീരിയസ് ആയിട്ടാണ്. നീ വരുവോളം, സ്പർശം, വാഴുന്നവർ, അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള റോളുകളായിരുന്നു. പിന്നീട് മമ്മി കോമഡി ചെയ്തപ്പം കോമഡിയിലോട്ട് അങ്ങ് മാറി, മറ്റ് സീരിയസ് ക്യാരക്ടേഴ്സ് അങ്ങനെ കുറഞ്ഞു തുടങ്ങി. അപ്പം പിന്നെ അതുകൂടാതെ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ്. അപ്പം നമ്മൾ ഒരു ടൈപ്പ് കാസ്റ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് മമ്മിയെ ഫീൽ ചെയ്തിട്ടില്ല. ഐ തിങ്ക് അത്രയും റേഞ്ച് ഉണ്ട് മമ്മിക്ക്.
പിന്നെ ഇനിയിപ്പോൾ റൈഫിൾ ക്ലബ്ബ് റീസെൻ്റ്ലി വന്നു. സോ മമ്മി ഭയങ്കര രസമായിരുന്നു അതിനകത്ത്. സോ ഇനിയും വരട്ടെ, ഇനിയും സമയമുണ്ടല്ലോ. സോ ഐ ബിലീവ് ദി ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ഈ സിനിമകളൊക്കെ റിലീസ് ആകുമ്പോൾ കണ്ടിട്ട് പറയാറുണ്ടോ നല്ലതാണ്, ഇത് കുറച്ചും കൂടി ബെറ്റർ ആക്കണം എല്ലാം? ഇവരല്ലേ മുഴുവനും വിശകലനം ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, അവനാണ് ഹീറി ഒട്ടിക്കുന്നത്. ഞങ്ങള് ശരിക്കും വീട്ടിൽ ഭയങ്കര ഓണസ്റ്റ്ലി ബ്രൂട്ടലാണല്ലോ. ഞങ്ങള് നല്ലതും പറയുമ്പോൾ ഇവിടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ വീട്ടിൽ കാണുന്ന മമ്മി, ഞങ്ങൾക്ക് അറിയാലോ മമ്മീനെ ഇൻ ആൻഡ് ഔട്ട് അറിയാലോ. അപ്പം ഓഡിയൻസിന് അത്രയും കിട്ടത്തില്ല. ഇപ്പൊ നിങ്ങൾ എന്നെ ഇന്ന് കാണുന്നല്ലേ ഉള്ളൂ, ഇത്രയും സമയം കൊണ്ട് ഒരു അസസ്മെന്റ് ആണ് നിങ്ങൾ നടത്തുന്നത്. പക്ഷെ ആക്ച്വലി ഞാൻ ആരാന്നുള്ളത് ഇത്രയും വർഷം കണ്ട ആൾക്കാർക്ക് എന്ന് പറയുന്ന പോലെ, അതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പം പിടിക്കാം മമ്മീനെ എവിടെയെങ്കിലും ഒക്കെ. സോ ഞങ്ങള് നല്ല പറയാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പല ഷെയ്ഡ്സ് അല്ലേ ഇതെല്ലാം. എനിക്കിപ്പോൾ റീസെന്റ് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് വരുന്ന റൈഫിൾ ക്ലബ്ബാണ്. റീസെന്റ് ഞാൻ ആ സെറ്റിൽ പോവുകയും ചെയ്തതാണ്. അപ്പം ആ ഒരു ഫിലിമിൽ ഞാൻ ഇത്തിരി കുറച്ച് കാര്യങ്ങളെ ഉള്ളെങ്കിലും മമ്മി അത് വളരെ ഇമ്പാക്ട്ഫുൾ ആയിരുന്നു മമ്മിയുടെ ഇത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ക്യാരക്ടർ പോർട്രേയിൽ കാണുമ്പോൾ എനിക്ക് മമ്മിയുടെ കൺമിഷിയിൽ മമ്മീനെ ഭയങ്കര ഇഷ്ടമാണ്, താപ്പാനെ ഇഷ്ടമാണ്, റോമൻസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ ഇഷ്ടമാണ്. ഇപ്പോൾ വാഴുന്നൂർ ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോകുമ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളായി ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ രീതിയിൽ മമ്മി ഞങ്ങളോട് പറഞ്ഞില്ല എന്താണെന്നുള്ളത്. ആ സീൻ എന്താണ്, ജഗതി സാറിൻ്റെ കാല് പോകുന്നൊരു സീനായിരുന്നു അത്. അപ്പം അങ്ങനെ മമ്മി പെട്ടെന്ന് അതൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു കുഞ്ഞായ എന്നിലുണ്ടായ ഇമ്പാക്റ്റ് അത് ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. നമ്മുടെ അമ്മയും കൂടെയല്ലേ നമ്മൾ കാണുന്നത്. അപ്പം ഇറ്റ്സ് വെരി പേഴ്സണൽ ഫോർ മീ ഇൻ എ ഡിഫറെൻറ്റ് വേ. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഒബ്ജക്റ്റീവായിട്ട് പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പടങ്ങൾ ഇപ്പോൾ അടുത്തിറങ്ങിയ കുറേ മേരിക്കൊണ്ട് കുഞ്ഞാടിലും മമ്മി ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഇനിയും വരട്ടെ, നല്ല നല്ല കഥാപാത്രങ്ങൾ വരട്ടെ. ഇപ്പം കോമഡി വേഷങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ വീട്ടിൽ ഭയങ്കര ഫണ്ണായിരിക്കും നമ്മൾ കേൾക്കും. ചിലപ്പോൾ ഓപ്പോസിറ്റ് സംഭവിക്കണേ അത്ര ഫണ്ണൊന്നുമല്ല, ഭയങ്കര സീരിയസ് ആയിരിക്കും കേൾക്കാറുണ്ട്. ശരിക്കും എങ്ങനെയാ? സത്യം പറയണോ മമ്മി? മമ്മി എനിക്ക് തോന്നുന്നു ഇപ്പൊ മമ്മി കുറെ കൂടെ ലൈക്ക് റിലാക്സ്ഡ് ആയി. നേരത്തെ മമ്മി വാസ് വെരി സീരിയസ് ആണ്. മമ്മി ഓപ്പോസിറ്റ് ആയിരുന്നു വീട്ടില്. കാരണം മമ്മി എപ്പോഴും നമുക്ക് ആ കെയർ ആൻഡ് ലവ് ഫീൽ ചെയ്യാം, ബട്ട് ഷി വാസ് ഇൻ ദ മോസ്റ്റ് എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ആളല്ലായിരുന്നു. ബിക്കോസ് മമ്മിയുടെ റോൾ അങ്ങനെയായിരുന്നു. മമ്മി ഞങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന ഇതിലാണ് മമ്മിയുടെ പ്രയോറിറ്റി. അപ്പം ഞങ്ങൾക്ക് വി അണ്ടർസ്റ്റുഡ് ഹെർ, നമുക്ക് അറിയായിരുന്നു മമ്മീനെ. പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് കുഞ്ഞുമക്കളൊക്കെ ആയി കഴിഞ്ഞിട്ട് ഐ സീ ഹർ ബീങ് വെരി സോഫ്റ്റ്. അങ്ങനെ അപ്പൊ ഞാൻ ഇച്ചിരി എന്റെ സ്ട്രോങ് കുറച്ച് കാരണം ഒരു പടി എത്തുന്ന വരെ ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിന്നെ. ഞാനത് അവസാനം കൊച്ചുമക്കളായി, കല്യാണം കഴിച്ചു, കൊച്ചുമക്കളൊക്കെ ആയി, ഞാൻ അത് സ്ട്രോങ് ഒക്കെ മാറി, ഞാൻ റിലാക്സ് ആയി. ഇപ്പൊ മമ്മി ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ ഭയങ്കര ഓളമാണ്. ഞങ്ങളുടെ എല്ലാവരുടെ അടുത്ത് ഭയങ്കര ഓളമാണ് ഇപ്പം. പക്ഷെ ഞങ്ങൾ ഒത്തിരി വർഷം മുന്നേ അങ്ങനെ അല്ലായിരുന്നു മമ്മി. ഇപ്പൊ റീൽസിലൊക്കെ കാണും പണ്ട് വീട്ടില് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഭയങ്കര പൂക്കിയ വൈബാണ്, ഭയങ്കര പാവാണ്. ഒരു ടൈം കഴിഞ്ഞാൽ അല്ല മമ്മി അന്നും ഒന്നും പാവാണ്. പക്ഷെ ഈ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ഫീമെയിൽസ് 3 പേര് കൂടി ഇരിക്കുകയല്ലേ, അതൊരു നമുക്കൊരു ലൈഫിലൊരു എക്സ്ട്രീം ചാലഞ്ചസിൽ കൂടെ നമ്മളിങ്ങനെ ഇയേഴ്സ് ആയിട്ട് പോകുമ്പം നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒറ്റ കാര്യം നമ്മുടെ മനക്കരുത്താണ്. ഇപ്പൊ വേൾപൂളിന്റെ ആ ഇൻട്രോ വരുമ്പോൾ തന്നെ ഞാൻ എഴുതിയിരിക്കുന്നത് മമ്മിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ദ സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ ഐ ഹാവ് സീൻ ഇൻ ദ വേൾഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ പുറത്തു പോയി അയർലൻഡ്, ഓസ്ട്രേലിയ അങ്ങനെയല്ല കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. വളരെ ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ലീഡർഷിപ്പിലുള്ള വിമണിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം വർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ മമ്മിയുടെ അത്രയും മനക്കരുത്ത് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് അങ്ങനെ അത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്ത രീതിയിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് ഞങ്ങൾക്കൊക്കെ അതൊരു ഇൻസ്പിറേഷനാണ്. നമുക്കൊരു ഓരോ കാര്യങ്ങൾ ലൈഫിൽ വരുമ്പം നമുക്ക് മമ്മീനെ അപ്പം ചിന്തിച്ചാൽ മതി, പിന്നെ നമുക്കൊന്നുമില്ല, ഒരു വിഷയമില്ല. മമ്മീന്ന് എടുത്തൊരു കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇന്നൊരു കാര്യം ഞാൻ മമ്മിയുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട്, മമ്മിയുടെ അടുത്ത് എടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരു കാര്യം എന്താ ലൈഫിലേക്ക്? എനിക്ക് തോന്നുന്നു മമ്മിക്ക് ഒന്നിനും ഒരു ബാക്ക് ചെയ്യുന്ന പരിപാടിയില്ല. ഇല്ലില്ല, ഷീസ് പെർസിസ്റ്റന്റ്. ഒരു കാര്യത്തിൽ മമ്മി ഇറങ്ങിയോ മമ്മീനെ ആർക്കും മാറ്റാൻ പറ്റത്തില്ല. പിന്നെ മമ്മി അത് പെർസിസ്റ്റന്റ് ആയിട്ട് മമ്മി അത് ഫോളോ അപ്പ് ചെയ്യും, അത് പോയിരിക്കും, അതിനകത്ത് പോയിരിക്കും. അപ്പം അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ ഈ റോക്കറ്റ് വിടുമ്പോഴേ നമ്മൾ അടിയിൽ നിന്നാണല്ലോ ഇന്ധനം വന്ന് അതുവരെ കയറി കഴിഞ്ഞ് ഇത് പോവും. പക്ഷെ അതുവരെ നിൽക്കാനുള്ള നമ്മൾ അതിൻ്റെ ത്രസ്റ്റും മൊമെൻറ്റവും ഫയറും ഫ്യൂവലും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയിലാണല്ലോ ഇതിൻ്റെ ഒരു സക്സസ് ഇരിക്കുന്നത്. സോ ആ ഒരു മമ്മിയുടെ ഒരു ക്വാളിറ്റി ഈസ് എക്സ്ട്രീംലി റെയർ എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ലൈഫ് ലോങ് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. അപ്പം എനിക്കൊന്നും ആദ്യം അങ്ങനെ പറ്റത്തില്ലായിരുന്നു. പിന്നീട് നമ്മളത് നമ്മൾക്ക് നമ്മളെ തന്നെ പഠിച്ച്
നമ്മളിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പം നമ്മൾ മമ്മി ഇങ്ങനെ അപ്പം ഞങ്ങൾ ഈ മക്കളെ ഒരു സംസാരമുണ്ട് ഫോണിൽ കൂടെ. ഞാനും എൻ്റെ ബ്രദറും ഒക്കെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഞങ്ങൾ കുറേ വാരുകയും തമാശ പറയുകയൊക്കെ ചെയ്യും. പക്ഷേ ഓൺ ദ ഫോൺ ഞങ്ങളുടെ സംസാരം മൊത്തം ഹൗ ഡിഡ് മമ്മി ഡു ഇറ്റ് ബാക്ക് ദെൻ, ആ ഒരു ചലഞ്ചിലേടി മമ്മി ചിന്തിച്ച് നോക്ക്. ലൈക്ക് സോ അത് നമുക്കൊരു ഇൻസ്പിറേഷനായിട്ടും അത് ഗ്രോത്തിനെയൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഇപ്പം വേൾപൂൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ വേൾപൂൾ കാണാം? വേൾപൂൾ ഇപ്പം നമ്മൾ യൂട്യൂബിൽ റിലീസാവും. അപ്പോൾ അതിൻ്റെ ലിങ്ക് പ്ലീസ് ഷെയർ ഇതിൻ്റെ അടിയിൽ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പം ഇറ്റ്സ് ഫ്രീ ആയിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമായി യൂട്യൂബിലാണ്. അതിൻ്റെ നമ്മൾ മാക്സിമം ആൾക്കാരിലോട്ട് ഇത് എത്തിക്കുക. എത്രയും പേര് സിനിമ കാണണമെന്നുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ, എല്ലാ കുഞ്ഞു കുഞ്ഞ് ബഡ്ഡിങ് ഫിലിം മേക്കേഴ്സ് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ആഗ്രഹമാണ്. കാണുക, അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എന്തായാലും പോയി കാണുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു ഇത്ര സമയം വേസ്റ്റ് ചെയ്യുന്ന തോന്നില്ല, കാരണം അത്രയും ഗംഭീരമായിട്ടാണ് അത് മേക്ക് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇനിയും ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഏത് ലാംഗ്വേജിലായാലും പുതിയ പുതിയ ഔട്ട്പുട്ട് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സംഭവിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.